ഷാർജയിൽ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ മരിച്ച സംഭവത്തിൽ പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. അതുല്യയുടെ മൃതദേഹം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ASPയുടെ പ്രതികരണം. ഷാർജയിൽ നിന്നും പുലർച്ചെ നാട്ടിലെത്തിച്ച മൃതദേഹം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥയായ കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പോസ്റ്റ്മോർട്ടം. ഒരു ടീം ഡോക്ടേഴ്സിന്റെ പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് ബോഡി വിട്ടുകൊടുക്കും. ബാക്കി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഇറക്കി. ഇല്ല, അത് നമുക്കിപ്പോൾ പറയാനുള്ള സ്റ്റേജല്ല. പോസ്റ്റ്മോർട്ടം തുടർന്ന് വൈകിട്ടോടെ കൊല്ലം തേവലക്കരയിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിനു ശേഷം വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കഴിഞ്ഞ ജൂലൈ 19-നാണ് അതുല്യയുടെ മൃതദേഹം ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടുപിന്നാലെ ഭർത്താവ് സതീഷ് അതുല്യയെ ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി ചവറ പോലീസ് കേസെടുത്തു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ മേൽനോട്ടത്തിൽ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.